നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിപയിൽ ആശ്വാസം. പരിശോധിച്ച 20 സാമ്പിളുകൾ കൂടി നെഗറ്റീവായി. ഇനി പരിശോധിക്കാനുള്ളത് 21 സാമ്പിളുകൾ. സംസ്ഥാനത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ്. വൈറസിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങൾ തുടരുകയാണ്. ഭോപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം ഇന്ന് ഉച്ചയോടെ കോഴിക്കോടെത്തും. നിപ ബാധിച്ചു മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളുടെ അടക്കം ആദ്യഘട്ട സ്രവ പരിശോധനാ ഫലം നെഗറ്റീവായതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യവകുപ്പ്. കൊറോണ നിയന്ത്രണങ്ങളിൽ സംസ്ഥാനത്ത് ഇന്ന് കൂടുതൽ ഇളവുകൾ. രാത്രികാല കർഫ്യൂവും ഞായറാഴ്ചകളിലെ സമ്പൂർണ്ണ ലോക്ഡൌണും ഇനിയില്ല. എല്ലാവരും മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശം തുടരുകയാണ്. അതേസമയം TPR കുറയാതെ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചത് രോഗവ്യാപനത്തിന് ഇടവെക്കുമോ എന്ന ആശങ്കയും തുടരുകയാണ്. സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമാകുമ്പോഴും ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ തഴഞ്ഞ സംസ്ഥാന സർക്കാർ. സെക്ടറൽ മജിസ്ട്രേറ്റർമാർക്ക് നൽകുന്ന പരിഗണന പോലും ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് നൽകുന്നില്ല. പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിലും സർക്കാർ കടുത്ത അലംഭാവം കാട്ടുകയാണെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. കൊറോണ പ്രതിസന്ധിയിൽ കഴിയുന്ന വ്യാപാരികളെ സർക്കാർ പറഞ്ഞു വഞ്ചിച്ചതായാണ് പരാതി. സർക്കാർ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് വാടകയിൽ ഇളവുകൾ നൽകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് കേവലം പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയതായും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിച്ചു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ 100 വർഷം മുൻപ് നടന്ന മാപ്പിള കലാപം ജന്മിത്വ വിരുദ്ധമായിരുന്നുവെന്ന് സ്ഥാപിക്കാനാണ് EMS അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ശ്രമിച്ചത്. അത് കാർഷിക കലാപമാണെന്നും സ്വാതന്ത്ര്യ സമരമാണെന്നുമൊക്കെയുള്ള വാദവുമായി ഇന്നും ഇടതു വലതു രാഷ്ട്രീയ നേതാക്കൾ പല വേദികളിലും എത്തുന്നുണ്ട്. എന്നാൽ 1921 നിലമ്പൂർ കോവിലകത്തേക്ക് എത്തിയ കലാപകാരികൾ ജാതിയും സമ്പത്തും നോക്കാതെ വെട്ടിക്കൊന്നത് നാനാജാതിയിൽപ്പെട്ട 17 പേരെയായിരുന്നു. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് വേട്ടയുമായി ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് തല അന്വേഷണങ്ങളുടെ കാലാവധി സംസ്ഥാന സർക്കാർ വീണ്ടും നീട്ടി നൽകി. 2 സംഭവങ്ങളിലും അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള കാലാവധിയാണ് തുടർച്ചയായി നീട്ടിയിരിക്കുന്നത്. മാവോയിസ്റ്റ് വേട്ടയിൽ CPI പോലീസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതിനെ തുടർന്ന് പ്രഖ്യാപിച്ച അന്വേഷണമാണ് അനിശ്ചിതമായി നീളുന്നത്. വിവാദ പരാമർശങ്ങൾ ചർച്ച ചെയ്യാൻ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് നാളെ ചേരും. പോലീസിനെതിരായ ആനി രാജയുടെ പ്രസ്താവനയും അതിനെ ദേശീയ സെക്രട്ടറി പിന്തുണച്ചതും പ്രധാന ചർച്ചയാവും. ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ശിവരാമന്റെ മറുപടിയും ചർച്ചയ്ക്കെടുക്കും. പുതുതായി നിയമിക്കപ്പെട്ട DCC അധ്യക്ഷന്മാർക്ക് KPCC രാഷ്ട്രീയ ശില്പശാല നടത്തുന്നു. ഇന്നും നാളെയുമാണ് ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്. ചുമതലയൊഴിഞ്ഞ DCC അധ്യക്ഷന്മാരും ശില്പശാലയിൽ പങ്കെടുക്കും. ഓരോ ജില്ലകളിലെയും സംഘടനാ സംവിധാനവും രാഷ്ട്രീയ സാഹചര്യവും ചുമതല ഒഴിഞ്ഞ അധ്യക്ഷന്മാർ വിശദീകരിക്കും. കൊല്ലം ചിതറ കണ്ണൻകോട്ടെ 4 സെന്റ് കോളനിയിലെ കുടുംബങ്ങൾ വർഷങ്ങളായി നേരിടുന്ന ദുരിതങ്ങൾക്ക് ശമനമായില്ല. വനവാസി മേഖലയിലേതും ദുരിതവും അവഗണനയും നേരിടുകയാണ് ഈ 4 സെന്റ് കോളനിയിൽ ജീവിക്കുന്ന 200ഓളം കുടുംബങ്ങൾ. അർഹമായ പട്ടയവും ഭവന പദ്ധതികളും നിഷേധിക്കുമ്പോൾ ടാർപ്പായ കെട്ടിയ ഒറ്റമുറി കൂരയിലാണ് ഇവിടെ 100 കണക്കിന് കുടുംബങ്ങൾ കഴിയുന്നത്. മുട്ടിൽ മരമുറി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. സുൽത്താൻ ബത്തേരി DYSP VP ബെന്നിയെ തിരൂരിലേക്കാണ് സ്ഥലം മാറ്റിയത്. നാദാപുരം DYSP TP ജേക്കബിന് പകരം ചുമതല നൽകി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്വേഷണ മികവിന് മെഡൽ പ്രഖ്യാപിച്ച ഉദ്യോഗസ്ഥനാണ് VV ബെന്നി. നേരത്തെ മുട്ടിൽ മരമുറി കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയിരുന്നു. അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണം ഇതോടെ ശക്തമായി. ലോകത്തെ എല്ലാ ജനങ്ങളും സാക്ഷരരാകേണ്ടതിന്റെ ആവശ്യവും പ്രാധാന്യവും അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ലോക സാക്ഷരതാ ദിനത്തിന്റെ പ്രത്യേകത. ഇന്ന് സാക്ഷരതാ ദിനം ആചരിക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയുണ്ട് ആലപ്പുഴയിൽ. 99 വയസ്സുള്ള 7ാം ക്ലാസ്സുകാരി കാർത്തിയായനി അമ്മ.
ഈ പ്രായത്തിലും അറിവ് നേടാനുള്ള കാർത്തികേയനിയമ്മയുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ രാജ്യം നാരീശക്തി പുരസ്കാരം നൽകിയാണ് ആദരിച്ചത്. നാടെങ്ങും ഗണേശോത്സവങ്ങൾക്ക് തുടക്കമായി. ഈ മാസം 15 വരെയാണ് ചടങ്ങുകൾ. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രാദേശികമായാണ് ചടങ്ങുകൾ നടക്കുന്നത്. പുരാണകഥയെ ആസ്പദമാക്കിയുള്ള മിനിയേച്ചർ ഫ്ലോട്ട് നിർമ്മിച്ച ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കി കൊല്ലം ഏഴുകോൺ സ്വദേശി അജിൻ ചിത്രാലയ. ഉത്സവങ്ങൾക്കായി പ്രമുഖർ നിർമ്മിച്ച ഫ്ലോട്ടുകളുടെ മാതൃകയിൽ ചെറു ഫ്ലോട്ടുകൾ ഒരുക്കിയാണ് ഈ 2 റെക്കോർഡുകളും സ്വന്തമാക്കിയത്. ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി പരപ്പനങ്ങാടിയിലെ ചുണക്കുട്ടികൾ. ചെട്ടിപ്പടി അരിയല്ലൂർ സ്വദേശികളായ കൈലാസ് MP, ദിയോൺ സാജു എന്നീ കൊച്ചുമിടുക്കരാണ് നാടിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചത്. ആരോഗ്യമേഖലയിൽ പുതിയ സേവന പദ്ധതിയുമായി എറണാകുളം NSS കരയോഗം. 90 ലക്ഷം രൂപ ചെലവിൽ ക്ലിനിക് ഓൺ വീൽസ് എന്ന പേരിൽ സഞ്ചരിക്കുന്ന ആശുപത്രിക്കാണ് തുടക്കം കുറിച്ചത്. കൊറോണയുടെ പശ്ചാത്തലത്തിൽ കളക്ടറുടെ നിർദ്ദേശപ്രകാരം വാക്സിനേഷനായാണ് ആദ്യം വാഹനം ഉപയോഗപ്പെടുത്തുന്നത്. ഓരോ പട്ടയമേളയും ഇടുക്കിയിലെ കുടിയേറ്റ കർഷകർക്ക് വലിയ പ്രതീക്ഷകളാണ് പകർന്നു നൽകുന്നത്. 2ാം പിണറായി സർക്കാരിന്റെ ആദ്യ പട്ടയമേള ഈ മാസം 14-ാം തീയതി തൃശൂർ ജില്ലയിൽ നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുമ്പോൾ 2423 പട്ടയങ്ങൾ മാത്രമാണ് ജില്ലയിൽ വിതരണത്തിന് തയ്യാറായിരിക്കുന്നത്. പട്ടയമേളയിൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരുന്ന നിരവധി കർഷകർക്കിത് വലിയ നിരാശയാണ് നൽകുന്നത്. മഹാകവി കുമാരനാശാന്റെ മരണത്തെ സംബന്ധിച്ച ദുരൂഹത അവസാനിപ്പിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. മാപ്പിള ലഹളയെ ശക്തമായി വിമർശിച്ച ദുരവസ്ഥയെന്ന പേരിൽ കവിത രചിച്ചതിന്റെ പേരിൽ കുമാരനാശാൻ മതതീവ്രവാദികളുടെ ഭീഷണി ഉണ്ടായിരുന്നു. കവിത പിൻവലിക്കണമെന്നും മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തെ തള്ളിക്കളഞ്ഞ കുമാരനാശാന്റെ മരണം ആകസ്മികമായി കാണാനാവില്ലെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി RV ബാപ്പു വ്യക്തമാക്കി. ഓൾഡ് ആലുവ മൂന്നാർ റോഡ് നവീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. എറണാകുളത്ത് നിന്നും മൂന്നാറിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് യാത്രാദൂരം കുറയ്ക്കുന്നതാണ് രാജഭരണകാലത്ത് നിർമ്മിച്ച പാത. റോഡ് നവീകരണം ആവശ്യപ്പെട്ട് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് BJP. കാലം തെറ്റി പെയ്ത മഴയിൽ പാലക്കാട് വടകര പതിയിൽ വ്യാപക കൃഷിനാശം. പ്രധാനമായും തക്കാളി കൃഷിക്കാണ് നാശം സംഭവിച്ചിരിക്കുന്നത്. മഴ കുറഞ്ഞതോടെ ചെടികളിൽ പ്രത്യേക രോഗമുണ്ടാവുന്നു എന്ന് കർഷകർ പറയുന്നു. മാത്രമല്ല, ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കുന്നില്ല എന്നും ഹോർട്ടികോർപ്പിന് നൽകിയ പണം ഇതുവരെ സർക്കാർ നൽകിയിട്ടില്ലെന്നും കർഷകർ പരാതിപ്പെടുന്നു. KSRTC ബസ് സ്റ്റാൻഡുകളിൽ മദ്യശാലകൾ തുറക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ക്രൈസ്തവ സഭകൾ. സമരത്തിന്റെ ആദ്യഘട്ടമായി യുവാക്കളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കോട്ടയത്ത് വിവിധ ക്രൈസ്തവ സഭകളുടെ യോഗത്തിൽ തീരുമാനിച്ചു. സർക്കാർ നിലപാട് തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുവാനും ക്രൈസ്തവ സഭകൾ ആലോചിക്കുന്നുണ്ട്. $40 ലക്ഷം രൂപയുടെ BSNL ബ്രോഡ്ബാൻഡ് കേബിൾ മോഷ്ടിച്ച കേസിലെ 1-ാം പ്രതി CPM നേതാവിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഏഴുകുളം സ്വദേശി അജി ഫിലിപ്പിനെ പോലീസ് പിടികൂടിയത്. കല്ലട ഇറിഗേഷൻ പദ്ധതി ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിച്ച കേസിലും പ്രതി ഇയാൾ തന്നെയാണ്. കടുവകളുടെ കണക്കെടുപ്പിനൊരുങ്ങി വയനാട് ജില്ലയിലെ വിവിധ ഡിവിഷനുകളിൽ പട്ടയ വന്യജീവി സങ്കേതങ്ങളിലാണ് കടുവകളുടെ കണക്കെടുപ്പിനുള്ള ഒരുക്കം തുടങ്ങിയത്. വനമേഖലകളിൽ ക്യാമറകളും സ്ഥാപിച്ചു തുടങ്ങി. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ പോരാട്ടം അവസാന ശ്വാസം വരെ തുടരുമെന്ന് KT ജലീൽ. കുഞ്ഞാലിക്കുട്ടിയുടെ കള്ളപ്പണ ഹവാല ഇടപാടുകൾക്കെതിരെയാണ് പോരാട്ടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിതൃതുല്യനാണെനിക്കും മുഖ്യമന്ത്രിക്ക് ശ്വാസിക്കാനും ഉപദേശിക്കാനും അവകാശമുണ്ടെന്നും ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു.
മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗം ഇന്ന്. MSF ഹരിത തർക്കത്തിൽ വിവാദം ഇനിയും അവസാനിക്കാത്തതിനാൽ ഇന്നത്തെ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകും. മുസ്ലിം ലീഗ് ഉപസമിതി സമർപ്പിച്ച പ്രവർത്തന നയരേഖയിലും ചർച്ച നടക്കും. ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ രാവിലെ 10 മണിക്കാണ് യോഗം. നാസയുടെ ചൊവ്വ ദൗത്യപേടകം പെർസിവിയറൻസ് റോവർ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് പാറക്കഷ്ണം ശേഖരിച്ചു. വ്യാഴാഴ്ചയാണ് വിജയകരമായി പാറ തുളച്ച പാറയുടെ ഭാഗങ്ങൾ ശേഖരിച്ചത്. ഓഗസ്റ്റിൽ ദൗത്യത്തിന്റെ ആദ്യ പരിശ്രമം പരാജയപ്പെട്ടിരുന്നു. മമ്മൂട്ടിയും അമൽ നീരദും ഒന്നിക്കുന്ന ഭീഷ്മപർവത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് അമൽ നീരദ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഭീഷ്മപർവത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചത്. നദിയ മൊയ്തു, സൗബിൻ ഷൗഹീർ, ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ, ലെന തുടങ്ങിയ അഭിനേതാക്കളുടെ നീണ്ട നിരയാണ് ഭീഷ്മപർവത്തിലുള്ളത്. രൂക്ഷമായ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട പത്തനംതിട്ട തുമ്പമൺ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തും. ഇതിനു മുന്നോടിയായി ഭരണ പ്രതിപക്ഷാംഗങ്ങളായ 13 പേരും പങ്കെടുക്കുന്ന സൂചനാ നിരാഹാര സത്യാഗ്രഹം 10-ന് റാന്നി വനം വകുപ്പ് ഓഫീസിന് മുൻപിൽ നടക്കും. നടക്കേണ്ടിയിരുന്ന കോന്നി മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന്റെയും ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ഉദ്ഘാടനം നീട്ടിവെച്ചു. നിപ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയും പ്രധാന ഉദ്യോഗസ്ഥരും കോഴിക്കോടായതിനാലാണ് ഉദ്ഘാടനം നീട്ടിവെച്ചത്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കോന്നി MLA KU ജനീഷ് കുമാർ അറിയിച്ചു. ചരിത്രത്തിലേക്ക് നടക്കുന്ന സൈനികൻ അബ്ബാസിനും ഭാര്യ ഷെഹനയ്ക്കും കണ്ണൂരിന്റെ മണ്ണിൽ ആവേശം നിറഞ്ഞ സ്വീകരണവുമായി ജില്ലാ സൈനിക കൂട്ടായ്മ. ടീം കണ്ണൂർ സോൾജേഴ്സ് വളാഞ്ചേരി മുതൽ ലഡാക്ക് വരെ 3600 കിലോമീറ്റർ കാൽനടയായി പോകുന്ന സൈനികൻ അബ്ബാസിനും ഭാര്യ ഷെഹനയ്ക്കും തലശ്ശേരിയിൽ വെച്ചാണ് സ്വീകരണം നൽകിയത്. കന്നിമാസ തീർത്ഥാടക കാലത്തേക്കുള്ള ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. പ്രതിദിനം 15,000 തീർത്ഥാടകർക്കാണ് ദർശനാനുമതി. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. സെപ്റ്റംബർ 17 മുതൽ 21 വരെയാണ് ഭക്തർക്ക് പ്രവേശനമുള്ളത്. പത്തനംതിട്ടയിൽ കൊറോണ ചികിത്സാ കേന്ദ്രത്തിൽ 16-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്ന സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കേസെടുത്തു. പത്തനംതിട്ട ജില്ലാ ബാലസംരക്ഷണ ഓഫീസർ, ആറന്മുള പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് സെപ്റ്റംബർ 30-നകം റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ ലോഗോയുടെ പ്രകാശനം അഞ്ചൽ റൂറൽ പ്രസ് ക്ലബ്ബിൽ നടന്നു. പുനലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റും അഞ്ചൽ വിശ്വഭാരതി കോളേജ് പ്രിൻസിപ്പലുമായ AJ പ്രദീപ് ലോഗോ പ്രകാശനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് P സുരേഷ് അധ്യക്ഷനായി. നവീകരണം പുരോഗമിക്കുന്ന കണ്ണൂർ ശ്രീകണ്ഠാപുരം കാവുംപായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ് കർമ്മം നടന്നു. ക്ഷേത്രം ശില്പി കാര്യാമ്പലം സുരേന്ദ്രൻ വിശ്വകർമ്മൻ കാർമ്മികത്വം വഹിച്ചു. പോലീസ് വകുപ്പിൽ പുതുതായി 3 ASPമാരെ കൂടി നിയമിച്ചു. നെടുമങ്ങാട്, തലശ്ശേരി, പെരുമ്പാവൂർ, നാദാപുരം എന്നിവിടങ്ങളിലാണ് പുതിയ 3 ASPമാരെ നിയമിച്ചത്. 31 DISPമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു. എല്ലാ പോലീസ് ജില്ലയിലും വനിതാ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ പദ്ധതി. ആകെയുള്ള 19 ജില്ലകളിൽ 5 ജില്ലകളിലും വനിതാ സ്റ്റേഷനുകൾ ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇതിനുള്ള ശുപാർശ സർക്കാരിന് സമർപ്പിച്ചു. നാഷണൽ ഹെൽത്ത് വോളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കോടംതുരുത്ത് പഞ്ചായത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. BJP സംസ്ഥാന സമിതി അംഗം P ഇന്ദുചൂടൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു.
ശബരിമല അവലോകന യോഗം 17-ന് ചേരും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി റാന്നി എംഎൽഎയുടെ അധ്യക്ഷതയിൽ പമ്പയിലെ ദേവസ്വം കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേരുക. തലസ്ഥാനത്തെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്കുള്ള ജീവനക്കാർക്ക് മികച്ച യാത്രാ സൗകര്യം നൽകുന്നതിന് വേണ്ടി KSRTC ആവിഷ്കരിച്ച ബോണ്ട് സർവീസിന് 1 വയസ്സ്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നാണ് ബോണ്ട് സർവീസ് ആരംഭിച്ചത്. AAYPHH റേഷൻ കാർഡുകൾ ഇനിയും തിരിച്ചേൽപ്പിക്കാനാകാതെ അനർഹരായി റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാമെന്നും തിരുവനന്തപുരം ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. പരാതിക്കാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കേണ്ടതില്ല. പരാതിക്ക് രഹസ്യ സ്വഭാവമുണ്ടാകും. 24 മണിക്കൂറിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്നും സപ്ലൈ ഓഫീസർ അറിയിച്ചു. ₹1400 കോടിയുടെ സ്കൂൾ കെട്ടിട നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ അടിയന്തര നടപടിയുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കിഫ്ബി സഹായത്തോടെയുള്ള സ്കൂൾ കെട്ടിട നിർമ്മാണം ത്വരിതഗതിയിലാക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിവിധ ഏജൻസികളുടെ യോഗം വിളിച്ചു ചേർത്തു. മാവേലിക്കര നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായുള്ള പുതിയകാവ് പള്ളിക്കൽ റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി മുഖേന 18.25 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ 90% നിർമ്മാണവും പൂർത്തിയായി. ഈ വർഷത്തെ ലെജൻഡ് ഓണർ പുരസ്കാരത്തിന് പ്രശസ്ത ഫിലിം മേക്കർ K. സേതുമാധവൻ അർഹനായി. സുദീർഘമായ 6 പതിറ്റാണ്ടുകളായി ചലച്ചിത്രവേദിക്ക് നൽകിവരുന്ന ആദരണീയമായ ബഹുമുഖ സംഭാവനകളെ ബഹുമാനിച്ച K. സേതുമാധവനെ ജൂറി അംഗങ്ങൾ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തതായിരുന്നു. മലയാളത്തിന് പുറമെ തെന്നിന്ത്യൻ ഭാഷകളിലും K. സേതുമാധവൻ സജീവമായിരുന്നു. ആസാദി കി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ജില്ലയിൽ നടത്തിയ ക്വിസ് മത്സര വിജയികൾക്ക് OR കേളു MLA ഉപഹാരം നൽകി. മത്സരത്തിൽ 1ാം സ്ഥാനം ലഭിച്ച കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അമിലിയ ജോസ്, വർഷ റോസ് എന്നിവർക്കും 2ാം സ്ഥാനം ലഭിച്ച തരിയോട് ഗ്രാമപഞ്ചായത്തിലെ ദിയ ബിനോയ്, ശരത് ചന്ദ്രൻ എന്നിവർക്കുമാണ് മെമന്റോ നൽകിയത്. വയനാട് നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജില്ലാ കളക്ടർ ഡോക്ടർ അദീന അബ്ദുള്ളയ്ക്ക് ജില്ലാ വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യാത്രയയപ്പ്. സിവിൽ സ്റ്റേഷനിലെ പഴശ്ശി ഹാളിലും ഓൺലൈനിലുമായി നടന്ന യാത്രയയപ്പ് യോഗം രാഹുൽ ഗാന്ധി MP ഉദ്ഘാടനം ചെയ്തു. അദീലയുടെ നേതൃഗുണത്തെയും ജോലിയിലുള്ള പ്രതിബദ്ധതയും രാഹുൽ ഗാന്ധി പ്രശംസിച്ചു. വിഷരഹിത മത്സ്യസമ്പത്തിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മത്സ്യകർഷകൻ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കേരള സർക്കാർ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി മത്സ്യകൃഷി വിളവെടുപ്പും വിൽപ്പനയും നടന്നു. വിളവെടുപ്പ് മൊറയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീലിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനീറ പൊറ്റമ്മൽ ഉദ്ഘാടനം ചെയ്തു. കൊല്ലങ്കോട് ചപ്പക്കാട് 2 യുവാക്കളെ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ ഊർജിതമാക്കി പോലീസ്. മുതലമട ചപ്പക്കാട് സ്വദേശികളായ സാമുവൽ, മുരുകേശൻ എന്നിവരെയാണ് കഴിഞ്ഞ 30 മുതൽ കാണാതായത്. പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഭാഗമായി ആയിരക്കണക്കിന് പേപ്പർ ബാഗുകൾ നിർമ്മിച്ച വിദ്യാർത്ഥികൾ. തൃശൂർ കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിലെ SPC കേഡറ്റുകളാണ് ബാഗ് നിർമ്മിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയും പിടികിട്ടാപ്പുള്ളിയുമായ യുവാവിനെ തൃശൂർ വെള്ളിക്കുരങ്ങല പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റിച്ചിറ ചൂളക്കടവിൽ രാജനാണ് പിടിയിലായത്. 2016-ൽ ചൂളക്കടവിൽ സ്ത്രീയുടെ വീട് കയറി ആക്രമിച്ച കേസിലായിരുന്നു അറസ്റ്റ്. കുളത്തൂർ അദ്വൈതാശ്രമത്തിനും സ്വാമി ചിദാനന്ദപുരിക്കുമെതിരെയുള്ള അവഹേളന പ്രചാരണത്തിൽ വിവിധ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം. ആശ്രമത്തിനും സ്വാമിജിക്കും പിന്തുണയുമായി ഹൈന്ദവ സംഘടനാ നേതാക്കൾ ആശ്രമം സന്ദർശിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം സഹപ്രാന്തപ്രചാരക് സുദർശനൻ, കാര്യകാരി സദസ്യൻ P. ഗോപാലൻകുട്ടി മാസ്റ്റർ, പ്രാന്തപ്രചാർ പ്രമുഖ M. ബാലകൃഷ്ണൻ തുടങ്ങിയവർ സ്വാമി ചിദാനന്ദപുരിയുമായി കൂടിക്കാഴ്ച നടത്തി.
കാത്തിരിപ്പിനൊടുവിൽ പെരിന്തൽമണ്ണയിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. നഗരസഭാ അധ്യക്ഷൻ പി ഷാജി ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ പുതിയ സർവീസുകൾക്ക് തുടക്കമായി. മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ് തുറന്നതോടെ നഗരത്തിൽ പുതിയ ഗതാഗത പരിഷ്കരണവും നടപ്പിലായി. ഓൺലൈൻ പഠനത്തിൽ രക്ഷിതാക്കളുടെ സാന്നിധ്യവും കരുതലും ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് നടപ്പാക്കിയ മക്കൾക്കൊപ്പം പരിപാടി പത്തനംതിട്ട ജില്ലയിൽ പൂർത്തീകരിച്ചു. 987 ബാച്ചുകളിലായി 66,168 രക്ഷിതാക്കൾ ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുത്തു. മക്കൾക്കൊപ്പം പദ്ധതി മാതൃകാപരമാണെന്ന് സംസ്ഥാന ആരോഗ്യ മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഓപ്പറേഷൻ മൃഗസംരക്ഷണം എന്ന പേരിൽ വെറ്റിനറി ഓഫീസുകളിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. മൃഗസംരക്ഷണത്തിന് സർക്കാർ അനുവദിക്കുന്ന മരുന്ന് ഡോക്ടർമാർ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെന്ന വിവരത്തിലാണ് റെയ്ഡ്. തിരുവനന്തപുരം അമ്പലത്തറ രാമചന്ദ്രൻ നായർ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയ KPSTU സംസ്ഥാന ട്രഷററും കോൺഗ്രസ് കോന്നി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമായ S. സന്തോഷ് കുമാറിനെ പത്തനംതിട്ട DCC ആദരിച്ചു. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രവീൺ പ്ലാവില അധ്യക്ഷത വഹിച്ചു. ചേർത്തല നഗരസഭയിലെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നഗരസഭാ അധ്യക്ഷ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് ആശുപത്രിക്ക് സമീപവും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തുമായി നിർമ്മിച്ച 2 വിശ്രമ കേന്ദ്രങ്ങളുടെയും നിർമ്മാണ ചെലവ് 90 ലക്ഷം രൂപയാണ്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ 12-ഇന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം മന്ത്രി MV ഗോവിന്ദൻ നിർവഹിച്ചു. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ 100 പൊതുശുചിമുറികളും സമുച്ചയങ്ങളും വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുമാണ് നാടിന് സമർപ്പിച്ചത്. ആലപ്പുഴ ജില്ലയിൽ 9 ശുചിമുറികളാണ് ഉദ്ഘാടനം ചെയ്തത്. ആലപ്പുഴ വിയ്യപുരം പഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രം ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. ഓമന നാടമുറിച്ച് തുറന്നുകൊടുത്തു. വിയ്യപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പ്രൈവറ്റ് ടേബിൾ എംപ്ലോയീസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തൊടുപുഴ അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങ് സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് മൊടമൂട് മണിക്കുട്ടൻ മെമ്പർഷിപ്പ് ഹോം ഡോക്ടർ വിഷ്ണു ശർമ്മ കാളിമഠത്തിൽ നൽകി ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട വിവിധ ഹൈന്ദവ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ ചിരാത് തെളിയിച്ച പ്രാർത്ഥനാ യജ്ഞം നടത്തിയായിരുന്നു പ്രതിഷേധം. തൃശൂർ പുത്തൂരിൽ ചുഴലിക്കാറ്റുണ്ടായി. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് ചുഴലിക്കാറ്റുണ്ടായത്. ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.